വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ടൊമാറ്റോ സോസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1.5 കിലോ ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. കഴുകി തുടച്ച് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് അടിച്ചെടുക്കാം. കിട്ടിയെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സോസ് ഉണ്ടാക്കാൻ വേണ്ടി കനം കൂടിയ ചട്ടി വേണം എടുക്കാൻ. ചട്ടിയിൽ ഒട്ടും വെള്ളം പാടില്ല. പിന്നെ ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ അതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കണം. നമുക്കത് ഇളക്കി കൊടുക്കാം. എടുത്തു വെച്ച പട്ടയും ഗ്രാമ്പും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ സ്ലോ ആണ്, നമുക്ക് തീ കൂട്ടി കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. അത് കുറുകിയതിന് ശേഷം പട്ടയും ഗ്രാമ്പും നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് 120 ഗ്രാം പഞ്ചസാര ഇടാൻ പാടുള്ളൂ. കുറുകണ വരെ ഫുൾ ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ. ഇടക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ എന്തോ ഒരു കുറുകിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ടൊമാറ്റോ
തക്കാളി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത്തിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി. തക്കാളിക്ക് പുളി കൂടുതലാണെങ്കിൽ ഇത്തിരി പഞ്ചസാരയും കൂടെ ചേർക്കാം. സോസ് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ കുറുകേ ഉള്ളൂ. നീ ഇത് ആറാൻ വെക്ക. മൂടി വെക്കരുത്, തുറന്നിട്ട് തന്നെ ആറാൻ വെക്കണം. സോസ് ആറിയതിന് ശേഷം സ്വല്പം വിനാഗിരിയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല മധുരമുണ്ട്, പിന്നെ ആവശ്യത്തിന് എരിവുണ്ട്.